മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. മരണപ്പെട്ട ഒരു പദ്ധതി ജീവൻ വയ്പ്പിക്കാൻ LDF സർക്കാരിന് അറിയാമെങ്കിൽ ജീവൻ വയ്പ്പിച്ച പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കാനും സർക്കാരിന് അറിയാം. ന്യായമായ ആവശ്യങ്ങളിൽ പോസിറ്റീവായി സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിക്കുമെന്നും ഈ സംസ്ഥാന സർക്കാരിൻ്റെ കാലത്ത് അത് പൂർത്തീകരിക്കേണ്ട എന്നുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ ചില ഇടപെടൽ നടത്തുന്നവരുണ്ടെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇടപെട്ട് ചില അണ്ടർപാസ് ഉൾപ്പെടെ വെഹിക്കിൾ അണ്ടർപാസ് ഉൾപ്പെടെ അനുവദിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ ഈ വിഷയം ഉയർത്തുന്നത്. NH66 ഇപ്പോൾ യാഥാർത്ഥ്യമായി വരാൻ നേരത്ത് ചില പ്രാദേശിക വിഷയങ്ങൾ ഇതിന് വരുന്നുണ്ട്. വളരെ നിഷ്കളങ്കമായിട്ടാണ് ഇതിലൊക്കെ ഇടപെടുന്നത്. പൊതുവായിട്ടുള്ള പറയാനുള്ളതാണ്. നിഷ്കളങ്കമായി ഇടപെടുന്ന സംസ്ഥാന ഗവൺമെന്റ് വളരെ പോസിറ്റീവായിട്ടാണ് അതിൽ നിലപാട് സ്വീകരിക്കുന്നത്. എന്നാൽ ഈ സംസ്ഥാന ഗവൺമെന്റ് കാലത്ത് ഇത് പൂർത്തീകരിക്കേണ്ട എന്നുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി ചില ഇടപെടൽ നടത്തുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത്, മരണപ്പെട്ട ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ, ജീവൻ വെപ്പിക്കാൻ LDF സർക്കാരിന് അറിയാമെങ്കിൽ ജീവൻ വെപ്പിച്ച പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കാനും സർക്കാരിന് അറിയാം എന്നുള്ളത് വിശ്വാസത്തോടെ പറയുന്നു. ന്യായമായ വിഷയങ്ങൾ സംസ്ഥാന സർക്കാർ ഇടപെടും, ഇതുവരെ ഇടപെട്ടിട്ടുണ്ട്, ഇനിയും ഇടപെടും. എന്നാൽ നാട് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി മുടക്കാൻ വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമത്തെ അതേ അർത്ഥത്തിൽ തന്നെ സർക്കാർ തിരിച്ചറിഞ്ഞു. TJ വിനോദ് MLA നൽകിയ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദേശീയപാത 66 ഇടപ്പള്ളി കുന്നുംപുറം മുതൽ വരാപ്പുഴ പാലം വരെയുള്ള ഭാഗത്ത് കണ്ടെയ്നർ ജംഗ്ഷൻ, കുന്നുംപുറം ജംഗ്ഷൻ എന്നീ ഭാഗങ്ങളിൽ യഥാക്രമം ഫ്ലൈ ഓവർ, വെഹിക്കുലർ അണ്ടർപാസ് എന്നിവ നൽകിയിട്ടുണ്ട്. അപ്രോച്ച് റോഡ് സഹിതം കണക്കാക്കിയാൽ കിലോമീറ്റർ 418+300 മുതൽ 417+807 വരെയും കിലോമീറ്റർ 419+500 മുതൽ 420+126 വരെയും എലിവേറ്റഡ് ഹൈവേ എന്ന രൂപത്തിലാണ് നിർമ്മിക്കുന്നതെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. തൈക്കാവ് ജംഗ്ഷനിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് 1293 മീറ്റർ അകലെ ഫ്ലൈ ഓവറും ഇടപ്പള്ളി ഭാഗത്തേക്ക് 1026 മീറ്റർ അകലെ ദൂരത്തിൽ വെഹിക്കുലർ അണ്ടർപാസും നൽകിയിട്ടുണ്ട്. ഭാരത് റാണി റോഡ് ദേശീയപാതയുമായി ചേരുന്നത് കിലോമീറ്റർ 416+925 ഇതിന് സമീപം കിലോമീറ്റർ 417+1000 ഭാഗത്ത് മെയിൻ കാരേജ് വേയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എൻട്രി പ്ലസ് എക്സിറ്റ് പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തെ ഫിനിഷ്ഡ് റോഡ് ലെവൽ, മെയിൻ കാരേജ് വേ, സർവീസ് റോഡ് എന്നിവയ്ക്ക് സമമായതിനാൽ അണ്ടർപാസ് നൽകുക സാങ്കേതികമായി സാധ്യമല്ല. എന്നാൽ കിലോമീറ്റർ 416+760 മുതൽ കിലോമീറ്റർ 416+480 വരെ സർവീസ് റോഡ് നിർമ്മിച്ച് വലിയ പാലത്തിന് താഴെ ക്രോസിംഗ് പോയിന്റ് നൽകുന്നത് പരിഗണിക്കാമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസറുമായി സംസാരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്താം. പൊതുവായി ഒരു കാര്യം കൂടി പറയാം. പ്രാദേശികമായ ചില വിഷയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ന്യായമായ ആവശ്യങ്ങളിൽ പോസിറ്റീവായി സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിക്കുകയാണ്. എന്നാൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ കാലത്ത് അത് പൂർത്തീകരിക്കേണ്ട എന്നുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ ചില ഇടപെടൽ നടത്തുന്നവരുണ്ട്. മരണപ്പെട്ട ഒരു പദ്ധതി ജീവൻ വെപ്പിക്കാൻ LDF സർക്കാരിന് അറിയാമെങ്കിൽ ജീവൻ വെപ്പിച്ച പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കാനും സർക്കാരിന് അറിയാം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.